നമ്മുടെ സമൂഹത്തിൽ ഒരു കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തകൾക്ക് അതീതമായൊരു ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡ്രസ് ശൈലി ഹണി റോസിന് ഉണ്ടായി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ്. എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ഫംഗ്ഷന് പോകുമ്പം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുന്ന വസ്ത്രധാരണം തന്നെയാണ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്റെ ഇൻസ്റ്റയിലോ എന്റെ FBയിലോ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോകൾക്ക് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ കഴിയുള്ളൂ. ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ നിന്നാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ഒരു രീതിയിലും ഉത്തരവാദിത്തം എനിക്ക് വഹിക്കാൻ കഴിയില്ല. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് വീക്ക്നെസ് അല്ല. അതൊന്നും ആരുടെയും വീക്ക്നെസ് അല്ല. അത് അടി കിട്ടാത്തതിന്റെ കുഴപ്പം മാത്രമാണ്. അതെങ്ങനെ മാനസിക രോഗമാണത്. അത് വീക്ക്നെസ് എങ്ങനെയാവുന്നത്? അങ്ങനെ വീക്ക്നെസ് ഉള്ള ഒത്തിരി ആളുകളുണ്ട്. ചിലർക്ക് തോന്നും സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. അവർക്ക് അതൊരു വീക്ക്നെസ് ആണ്. അതിൽ നിന്ന് നിയമപരമായി അതിന്റെ ശിക്ഷ അവരനുഭവിക്കണ്ടേ? അവരെ പിടിച്ച് ജയിലിലിടില്ലേ? മിസ് ഹണി റോസ് ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങയുടെ കമന്റ് ബോക്സ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയി. പിന്നെ ഡെഫിനറ്റ്ലി ആളുകൾ എന്നോട് വിളിച്ചു പറയുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ ഞാൻ തന്നെ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാഴ്ച ഇനി മുമ്പോട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇന്നോ ഈ അടുത്ത ദിവസങ്ങളിലും അങ്ങനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അതിന്റെയൊക്കെ. നമസ്കാരം. ബോബി ചെമ്മന്നൂറിനെതിരെ വളരെ വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് ഹണി റോസ് എന്ന യുവനടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സത്യത്തിൽ സഹികെട്ട് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോവുകയായിരുന്നോ ഉണ്ടായത്? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കുറെ നാളുകളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അവസാനം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ പരാതിയുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 20 വർഷമായിട്ട് ഞാൻ സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെയും ഞാൻ ഒരു കാര്യത്തിന്റെ പേരിലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു സംസാരമോ ഒരു വാക്കോ ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഒരു വിഷയത്തിന്റെ പേരിലും വന്നിട്ടില്ല. ഞാൻ ഒത്തിരി പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അനുഭവിച്ച ഒരു 3 വർഷങ്ങളോളമായിട്ട് ഞാൻ ഒരു ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിയിങ്ങും ഹറാസ്മെന്റും എന്റെ ശരീരത്തെ പറ്റി എന്റെ ശരീരഭാഗങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ ഡെയിലി എന്നുള്ള രീതിയിൽ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ നേരിട്ടത് സോഷ്യൽ മീഡിയ FB പോസ്റ്റുകളുടെ താഴെ വരുന്ന കമന്റുകളായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ ഫേക്ക് ഐഡികളിൽ നിന്നുമൊക്കെയാണ് ഞാനത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു 4 മാസങ്ങൾക്ക് മുമ്പായിട്ട് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു 4 5 എത്രയാണെന്ന് എനിക്ക് കണക്കില്ല. കാരണം പണ്ട് തൊട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത് ആകുമൊത്തം ഈ സ്റ്റേജിൽ ഇദ്ദേഹം വരുമ്പോൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ നമ്പറോ ഇദ്ദേഹത്തെ ഒരു തവണ പോലും ഫോണിലോ ഒന്നും സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയേ അല്ല ഞാൻ. ഒരു പർട്ടിക്കുലർ ഈ വിഷയം നടക്കുന്ന ആ പ്രോഗ്രാമിന്റെ ഭാഗമായി ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഡബിൾ മീനിങ് ചൊവ്വയുള്ള അത് ആയിരക്കണക്കിന് ആളുകളും മീഡിയ പ്രവർത്തകരും തിങ്ങി നിൽക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ജ്വല്ലറി ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ അകത്ത് ജ്വല്ലറിയുടെ അകത്ത് നിൽക്കുമ്പോഴും അതിന്റെ വീഡിയോസ് ഒക്കെ കുറെ നാളുകളായിട്ട് പുറത്തുണ്ടായിരുന്നു. ആളുകൾ അത് ഇടുകയും അതിനെ പറ്റി ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരുന്ന വീഡിയോസ് തന്നെയാണ്. എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിനെപ്പറ്റി ഇത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ മാനസികമായിട്ട് എന്നെയും ഫാമിലിയൊക്കെ ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ച് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒത്തിരി കമന്റുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്. നമ്മളൊരു സോഷ്യൽ ഇവന്റിന് ഒരു ഇനോഗ്രൽ ഫംഗ്ഷനൊക്കെ യൂഷ്വലി നമ്മൾ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട്. ഒരു വലിയൊരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ പ്രതികരിച്ചാലും എനിക്ക് പ്രതികരിക്കാവുന്ന എന്താണ് സാർ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കാം അവിടെ. ഇതെല്ലാം എന്റെ തലയിൽ കൂടി ആ നിമിഷം കടന്നു പോകുന്നുണ്ട്. ഇതൊന്നും പോകാതിരുന്നതല്ല. ഇതെങ്ങനെ പ്രതികരിക്കണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ പല പല കാര്യങ്ങൾ എന്റെ തലയിൽ കൂടി ആ സമയം കടന്നു പോകുന്നുണ്ട്. ഞാൻ പ്രതികരിച്ചാൽ ആ വ്യക്തി എന്റെ അടുത്ത് പറയും, ഞാൻ നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ അതിനെ എടുക്കുക എന്ന് അദ്ദേഹം പറയും. വീണ്ടും എനിക്കതിന് മറുപടി അവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. അതൊരു ചടങ്ങ് നടക്കുന്ന ഒരു സമയമാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ വ്യക്തമായിട്ട് ഇത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഭാഗമായി കോണ്ടാക്ട് ചെയ്യുന്നത് മാനേജേഴ്സ് ആണ്. ആ മാനേജർ അടുത്ത് വ്യക്തമായി ഞങ്ങൾ ഇൻഫോം ചെയ്തിരുന്നു.
ഇത് ഭയങ്കര മോശമായ ബിഹേവിയർ ആയിരുന്നു, സംസാര രീതിയായിരുന്നു, മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ഈ പെരുമാറ്റത്തിൽ നിന്നും. അതുകൊണ്ട് ഈ വ്യക്തിയായിട്ട് ഇനി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പങ്കെടുക്കുന്ന ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു ചടങ്ങാണ്. ഇദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതായിട്ട് എന്റെ അറിവിലില്ലായിരുന്നു. കാരണം എന്നെ ഗസ്റ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു ബ്യൂട്ടി പാർലറിന്റെ ഒരു പ്രോഗ്രാമിനായിരുന്നു. ആ ചടങ്ങ് ഞാൻ കമ്മിറ്റ് ചെയ്യുകയും അതിന്റെ തലേദിവസം മാത്രം, ഈ പ്രോഗ്രാമിന് ഞാൻ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കും, തലേദിവസം മാത്രമാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ എന്നെ കൊളാബ് ചെയ്തിട്ടേക്കുന്നു. അതിൽ ഇദ്ദേഹം പറയുന്നത് ഞാനും ഹണി റോസും വരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറയുന്നത് മുഴുവൻ എന്റെ ശരീരത്തെയും എന്റെ ശരീരഭാഗങ്ങളെയും പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ഈ സാധനം ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിന് ഞാൻ ഇതൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാന്ന് നമുക്ക് പോകുന്നതെന്ന് അറിയാമോ? അവിടെ എന്ത് സംഭവിക്കും ഇനി, ഇവിടെ ഇയാൾ തോന്നിവാസം പറയും. പക്ഷെ ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടാ പോയത്. ഇയാൾ എന്ത് പറയുന്നോ അതിൽ ഇയാളിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് എന്റെ മുഖവും, ഞാൻ എല്ലാ പ്രോഗ്രാമും ഏറ്റവും ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഒരാളാണ്. അതിൽ നോക്കുമ്പോൾ മുഖവും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ഇയാളിൽ ഉള്ള ഫ്രെയിമിൽ പോലും വരാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കുള്ള എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ പറയും എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു. എങ്കിൽ പോലും ഇദ്ദേഹം ആ സ്ഥാപനത്തെ പറ്റി എന്തൊക്കെയോ ഇതേപോലുള്ള ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെയും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന്റെ ജ്വല്ലറിയിലേക്ക് ഈ മാനേജർ വഴി എന്നെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് ഈ ഒരു ജ്വല്ലറി ഇനാഗ്രേഷന് വേണ്ടി. ഞാൻ വളരെ വ്യക്തമായിട്ട് വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അതിന്റെ റീസൺ ഇതാണ്, ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടാണ് ഈ വ്യക്തിയിൽ നിന്ന്. അത് വീണ്ടും വ്യക്തമായി തന്നെ അയാളെ അറിയിക്കണം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കോൾ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ വ്യക്തി പല പ്ലാറ്റ്ഫോമുകളിലും ഇന്റർവ്യൂ ആയിട്ടും അല്ലാതെ പ്രസ് മീറ്റുകൾ പോലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിന്റെ എല്ലാം വീഡിയോസ് ഉണ്ട്, അതെല്ലാ എവിഡൻസും ക്ലിയർ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്. ഞാൻ നടിയെന്നല്ലേ വിളിച്ചത്, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ, ഈ വാക്കല്ലല്ലോ ഞാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ കുറെ പരാമർശങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. വെരി റീസെന്റ് എനിക്ക് തോന്നുന്നു ഈ മാസം ഡിസംബർ 31-നോ 30-നോ എങ്ങാണ്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്നു. അത് ഞാൻ കാണുന്നത് ഈ ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് ഞാൻ അതായത് ആ കാണുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന ഇന്റർവ്യൂവിൽ നിന്നും അല്ലാതെ അതിന് മുൻപുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇദ്ദേഹം ഒരു പ്രായഭേദമന്യേ അശ്ലീലം സംസാരിക്കാൻ, അത് ഹണി റോസ് എന്നത് മാത്രമല്ല പല അല്ല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിലുള്ള ഇതുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹണി റോസ് മാത്രമാണ് ഇത്ര ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് അതെ ഈ സമയത്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായത്. ഇതിന് അതെ മുൻപുള്ള മറ്റേ പല പ്രമുഖ നടിമാരും പേര് പറയുന്നില്ല, പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അല്ലാതെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി തന്നെ ഓരോ അർത്ഥം വെച്ചുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് വീക്ക്നെസ് അല്ല, അതൊന്നും ആരുടെയും വീക്ക്നെസ് അല്ല, അത് അടി കിട്ടാത്തതിന്റെ കുഴപ്പം മാത്രമാണ്. അതെങ്ങനെ മാനസിക രോഗമാണത്. അത് വീക്ക്നെസ് എങ്ങനെയാവുന്നത്? അങ്ങനെ വീക്ക്നെസ് ഉള്ള ഒത്തിരി ആളുകളുണ്ട്. ചിലർക്ക് തോന്നും സീരിയൽ കില്ലേഴ്സ് ഉണ്ട്, അവർക്ക് അതൊരു വീക്ക്നെസ് ആണ്. അത് തന്നെ നിയമപരമായി അതിന്റെ ശിക്ഷ അവരനുഭവിക്കണ്ടേ? അവരെ പിടിച്ച് ജയിലിലിടില്ലേ? അത് അങ്ങനെ ഒരു നിയമ സംവിധാനമുള്ള സംസ്ഥാനത്തും രാജ്യത്തും അല്ലേ നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും. ഒരു അദ്ദേഹത്തിന്റെ പെൺകുട്ടി എന്ന നിലയിൽ, അതായത് ഹണി റോസ് വിവാഹിതയല്ല, ഒരു പെൺകുട്ടിയാണ്. മാതാപിതാക്കൾ വളരെ കെയർ ചെയ്ത് നോക്കുന്ന പല വീഡിയോയിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ അതെ പറയുമ്പോൾ പല അതെ പ്ലാറ്റ്ഫോമിലും വന്നിട്ടുണ്ട്. അവർ അത്രത്തോളം വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു അതെ അതെ മകളാണോ? ഞാൻ ഒരാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ. അത്രയും ഒരു കരുതലൊക്കെ അവരുടെ ഇതിലൊക്കെ അതെ കാണുന്നുണ്ട്. ആ അതെ സമയത്താണ് ഇത്തരത്തിലുള്ള അനാവശ്യ സൈബർ ആക്രമണങ്ങൾ അതെ തുടർച്ചയായി സംഭവിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? മാതാപിതാക്കൾ പറഞ്ഞില്ലേ, നീ മോളെ ഇപ്പോഴും തന്നെ പ്രതികരിക്കൂ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ പ്രതികരിക്കൂ എന്നൊക്കെ എന്തുകൊണ്ട് പറഞ്ഞില്ലേ എന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. അതിനോടുള്ള ഒരു മറുപടി എന്താണ്? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനുമൊക്കെ ഭയങ്കര സങ്കടമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. അവരിതിങ്ങനെ ഞാൻ ഇതുവരെയും അത് ഫേസ് ചെയ്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഫേക്ക് ഐഡികളിലായിരിക്കാം കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഒറിജിനൽ ഐഡിയിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഫേസ് ചെയ്തത്. ഞാൻ പോകുന്ന ചടങ്ങുകളിലോ അല്ലെങ്കിൽ മറ്റ് നേരിട്ടുള്ള ഇന്ററാക്ഷനിലൊന്നും എനിക്ക് യാതൊരു രീതി, ഞാൻ എല്ലാ പ്രോഗ്രാമിലും പറയാറുണ്ട്, ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരാളുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ഈ ഒരു ഇൻസിഡന്റ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് വരെ വേറെ ഒരാളുടെയും ഭാഗത്തൊന്നും വന്നിട്ടില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഞാൻ ഒരു ഇനാഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ ഇത്ര ധൈര്യമായിട്ട് ഒരാള്
ആ സ്റ്റേജിൽ വെച്ച് നമ്മൾക്കെതിരെ പറയുകയും പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇതുണ്ടാവുകയാണ്, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ. അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലും ജസ്റ്റേഴ്സ് ഒക്കെ കാണിച്ചിട്ടാണ് ഇദ്ദേഹം പല ഇന്റർവ്യൂവിലും ഇത് പറയുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് എന്നെയും എന്റെ പേരൻസിനെയും കൊണ്ട് എത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനൊരു ഒരു ഒരു പരാതി കൊടുക്കുമ്പോൾ ഇതുമായിട്ടൊരു ഒരു ഒരു കാരണം ഈ പറഞ്ഞ പോലെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണിത് സമൂഹത്തിൽ. അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട്, അദ്ദേഹം ഒരു ബിസിനസ് ടൈക്കൂണാണ്, അങ്ങനെ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അത് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് തന്നെയാണ് ഇത്രയും ഞാൻ ഇതുവരെ താമസിച്ചത് അല്ലേ? അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ആദ്യത്തെ ഇൻസിഡന്റ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു കംപ്ലൈന്റിലേക്ക് പോകുന്നു എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലില്ലായിരുന്നു. നമ്മൾ ഇൻഫോം ചെയ്യുക, നമുക്കിത് ബുദ്ധിമുട്ടുണ്ടായി, അതിന് ഉണ്ടാവരുത് എന്നുള്ള ഒരു സാധനം ഇൻഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നത്. കാരണം ഇയാൾ ഇങ്ങനെ ഒരു ലൈനിലേക്ക് ഇദ്ദേഹം പോകുന്നു നമ്മൾ വിചാരിച്ചിട്ടുമില്ല ആ ഒരു സമയത്ത്. ആ ഉണ്ടായ ബുദ്ധിമുട്ട് നമ്മൾ വ്യക്തമായി പറയുകയും അത് മോശമായി പോയി, ഇനി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും അത് കഴിഞ്ഞത് തുടരില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിലവിൽ ഇദ്ദേഹത്തിനെതിരെ IT ആക്ട് പ്രകാരവും അല്ലാതെ മറ്റ് വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണമായി ഇപ്പോൾ ബോബി ചെമ്മന്നൂരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്, ഞാനത് ഒരിക്കലും അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല എന്നുള്ള തരത്തിലേക്കും, മാപ്പ് പറയാം, ഹണി റോസിനോട് മാപ്പ് പറയാം എന്ന തരത്തിലേക്കുമാണ്. അഥവാ അത് അദ്ദേഹം അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല. എന്തായിരിക്കും മറുപടി? ഒന്നുമില്ല, ഞാൻ കേസ് ഫയൽ ചെയ്തത് ഞാൻ അത്രയും ആലോചിച്ചെടുത്ത ഒരു ഡിസിഷൻ ആണ്. അതിന് ഇനി അദ്ദേഹത്തിന്റെ മറുപടിയോ ഇത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ഫേസ് ചെയ്യുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. അത് അദ്ദേഹം വരുത്തി വെച്ചൊരു കാര്യമാണ്. ഞാനായിട്ട് അദ്ദേഹത്തിന് ഒരു മനുഷ്യനും ഞാനായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്റെ ജീവിതത്തിൽ. അത്രയും തോന്നിയവസം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഒഴിവായി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ അവസാനം ഒരു അവസ്ഥയിൽ എത്തിച്ചതിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത്. അത് ഈ ഒരു വ്യക്തിക്കും വേണ്ടി മാത്രമല്ല, ഈ ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല, ഇതേപോലെ ഈ ഇദ്ദേഹത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് അദ്ദേഹം പറയാണ്, എനിക്കറിയില്ലായിരുന്നു അവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ നാളുകൾ എന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇതാണ്. നിങ്ങൾ നോക്കിയാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാല് അവിടെ വന്ന് ഇതുമാതിരി ഇതേ സെയിം മനോരോഗമുള്ള ആളുകൾ കമന്റ് ഇടുകയാണ്. ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ഞാനാണ്. എത്രയോ നാളത്തെ മെന്റൽ ട്രോമയാണ്. അപ്പം അതിന് ഒരു നിമിഷം കൊണ്ട് എനിക്കതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയ ആണ്, എല്ലാത്തിനുമുള്ള ഉത്തരം സത്യത്തിൽ ഹണി റോസ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ വ്യക്തമായി ക്ലിയർ ആയി തന്നെയാണ് ഓരോ പോസ്റ്റുകളും അവസാനമായൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിക്കാത്ത ഒരു ഡ്രസ്സുകളും ഞാൻ ധരിച്ചിട്ടില്ല. ഇതാണ് അതിലൊരു പ്രധാന പോയിന്റ്. പക്ഷെ അപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തകൾക്ക് അതീതമായൊരു ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡ്രസ് ശൈലി ഹണി റോസിന് ഉണ്ടായി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ്. എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു ഫംഗ്ഷന് പോകുമ്പം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുന്ന വസ്ത്രധാരണം തന്നെയാണ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്റെ ഇൻസ്റ്റയിലോ എന്റെ FBയിലോ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോകൾക്ക് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ കഴിയുള്ളൂ. ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ നിന്നാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ഒരു രീതിയിലും ഉത്തരവാദിത്തം എനിക്ക് വഹിക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും ആംഗിള് തലയുടെ മേളിൽ നിന്നും അല്ലെങ്കിൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ താഴെ നിന്നും ഒക്കെയാണ് ഇവർ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇവർ എവിടെ നിൽക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അത്രയും ആളുകൾ മൊബൈലും ക്യാമറയും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനുള്ള ഉത്തരവാദിത്വമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനൊരു പർദ്ദ ഇട്ട് പോയാൽ പോലും ഈ രീതിയിൽ ഷൂട്ട് ചെയ്യപ്പെട്ടാൽ അത് മോശമായി തന്നെ വരുള്ളൂ. തീർച്ചയായും അത് ഹണി റോസ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞിരിക്കുന്നത്. മാന്യമായി വസ്ത്രം ധരിക്കുന്ന പല നടിമാരെയും ഇത്തരത്തിൽ പല ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് അല്ലെ അടുത്ത കാലത്ത് തന്നെ? തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോ നിയമപരമായ ഒരു വാക്കുള്ളത്, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു, ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന പല സ്ത്രീകൾക്കുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നൊരു വാക്കുണ്ട്. അതിന് എത്രത്തോളം മാനസികമായി മനസ്സിൽ നിന്ന് തന്നെ എഴുതിയതാണോ? തീർച്ചയായിട്ടും. നമ്മുടെ വാക്കെന്ന് പറയുന്നത്
നമ്മൾ ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അത് നമ്മൾ വെറുതെ തോന്നിയതുപോലെ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് ഉറച്ചു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും ഒരാളുടെ അടുത്ത് എന്റെ പേഴ്സണൽ ലൈഫിൽ പോലും ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ അത്ര ശ്രദ്ധിച്ചാ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ നമുക്ക് മുറിപ്പെടുത്താൻ കഴിയും. അതിന്റെ ആവശ്യമില്ല അത് ആവശ്യമില്ല. അത് മാത്രമല്ല അത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണെന്ന് ഉറച്ചു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ട പോസ്റ്റിൽ പറഞ്ഞേക്കുന്ന ഓരോ വാക്കുകളും അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അത് അങ്ങനെ തന്നെ ഇടണം എന്ന് ഉറച്ച വിശ്വാസത്തിലുമാണ് ഇട്ടേക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇതേ വ്യക്തിയിൽ നിന്ന്, അതായത് ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഇതേ വ്യക്തിയിൽ നിന്ന് അങ്ങേ പോലെ തന്നെ സമാനമായ അനുഭവം ഉണ്ടായ ചില മറ്റ് നടിമാർ കൂടെ ഉണ്ട്. ഈ ഒരു അവസരത്തിൽ ഹണി റോസ് പ്രതികരിച്ചപ്പോൾ അവരൊരു പിന്തുണ എന്തെങ്കിലും പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ വിളിച്ചൊന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒത്തിരി ആളുകൾ വിളിച്ചിരുന്നു. ഇതേ രീതിയിൽ അഫക്ട് ചെയ്ത ആളുകളാണോ വിളിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഒത്തിരി ആളുകളുടെ ഭാഗത്തുനിന്നും എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അത് വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നാണ്. അതായത് കക്ഷി ചേരാം എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള അപമാനം തങ്ങൾക്കും നേരിട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ അവരെ ഒരിക്കലും ഡ്രാഗ് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഒരാളുടെ അടുത്ത് പറയാം, അവര് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് ആരെയും ഒരാളുടെയും പേര് നമുക്ക് വലിച്ചിടാൻ കഴിയില്ല. അവരുടെ ജീവിതം എന്താണെന്ന് നമുക്കറിയില്ല. അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് നമുക്കറിയില്ല. അവർക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്ന് നമുക്കറിയില്ല. ഒന്നും അറിയില്ല. അങ്ങനെ ഉള്ളപ്പം നമ്മൾ വെറുതെ ഒരാളുടെ അടുത്ത് പറയണം ഞാൻ ചെയ്തല്ലോ അപ്പൊ നിങ്ങൾ ചെയ്തു കൂടെ എന്ന് ചോദിക്കുന്നത് ഒരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്കെല്ലാം വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും അവർക്കും വേണ്ടിയാണ് ഞാനിപ്പോ സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായും. ഇനി ഒരു കാര്യം കൂടെ അവസാനമായി, ഈ ബോബി ചെമ്മന്നൂരിന്റെ വാക്ക് പിടിച്ച് ഒരു പക്ഷേ മാനസികമായ ചില വൈകൃതമുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ആരും നോക്കില്ല കാണില്ല എന്ന തരത്തിലിരുന്ന് ചെയ്ത ചില മാന്യന്മാരും ഒക്കെ ഉണ്ടാകാം. ഈ കമന്റ് ചെയ്തവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ കമന്റ് ചെയ്തിരിക്കുന്നവർക്കെതിരെയുള്ള പരാതി അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ, അതോ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഒരു സാഹചര്യവുമില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങില്ലല്ലോ. ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ പല തവണ ആലോചിച്ച് പലതവണ ലോയേഴ്സിന്റെ അടുത്തും അങ്ങനെ പല ആളുകളിൽ നിന്നും അഡ്വൈസ് കിട്ടി അങ്ങനെ എടുത്ത ഒരു ഡിസിഷനാണ്. അല്ലാതെ ഞാൻ ഒരു രാത്രി കൊണ്ടെന്നാ പിന്നെ പോയി കംപ്ലൈന്റ് കൊടുക്കാം എന്നുള്ളതല്ല. അപ്പൊ അത് വളരെ സ്ട്രോങ് ആയി എടുത്തൊരു ഡിസിഷനാണ്. അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകും. മിസ് ഹണി റോസ് ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങയുടെ കമന്റ് ബോക്സ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയി. പിന്നെ ഡെഫിനറ്റ്ലി ആളുകൾ എന്നോട് വിളിച്ചു പറയുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ ഞാൻ തന്നെ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാഴ്ച ഇനി മുമ്പോട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇന്നോ ഈ അടുത്ത ദിവസങ്ങളിലും അങ്ങനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഇതിന്റെയൊക്കെ. തീർച്ചയായും. ഹണി റോസിന്റെ മാത്രമല്ല, ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകളുടെ കമന്റ് ബോക്സുകൾ ക്ലിയർ ആകട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട് എന്ന് കരുതുന്നു. ഡെഫിനറ്റ്ലി ക്ലിയർ ആവണം. അത് എല്ലാ കാലത്തും ഇനി മുമ്പോട്ടുള്ള എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു വെരി മച്ച് നമ്മളോടൊപ്പം സംസാരിച്ചതിന്. താങ്ക് യു. താങ്ക് യു.